ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ എൻ്റെ പൊന്നെ ചേട്ടനും അനിയനും കൂടെ ചേർന്ന് നമ്മുടെ സച്ചി ഇറിറ്റേറ്റ് ചെയ്തൊരു പരുവാക്കി. സച്ചിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ടേ. സച്ചി ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു തരത്തിൽ എടാ ഓട്ടക്കാരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. അന്നേരം അവർ രണ്ടുപേരും അങ്ങ് പോയി. കുറച്ച് കഴിയുമ്പോൾ ആനന്ദ് ദേ വരുന്നു. പിന്നെ നമ്മുടെ സച്ചി തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞു. എന്നിട്ട് വന്നിരുന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. അതെ ആരൊക്കെ എന്തുകൊണ്ടാ പെണ്ണിൻ്റെ പേരിടാത്തേന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സച്ചി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവൻ ഇനി ചവിട്ടി കൂട്ടുമെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഈ ആനതരെ ചവിട്ടാൻ നോക്കുമ്പോഴേക്കും ഒരു വെയിറ്റർ അതിലെ വരിക. ഇങ്ങ് താടോന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ആ ബ്രാൻഡി മുഴുവനും എടുത്ത് നമ്മുടെ സച്ചി അങ്ങ് കുടിച്ചു. അപ്പം സച്ചി അത് കുടിക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. നീ എന്നോട് കുറേ ചോദ്യം ചോദിച്ചു, ഇനി ഞാൻ നിന്നോട് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചോദ്യോത്തര പങ്ക്തി പോലെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് സച്ചി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആനന്ദ സച്ചിയുടെ കാലയിലേക്ക് വീണു. എൻ്റെ പൊന്ന് സാറേ ഞാൻ അടിച്ചതൊക്കെ വിട്ടുപോയി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചി ആണെങ്കിൽ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അകത്ത് രേവതിയും വർഷയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നു. മീര തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ രേവതി കഴിക്കുന്നില്ല. രേവതിക്ക് ടെൻഷനായി. അപ്പോൾ സച്ചേട്ടൻ കുടിക്കുമോ എന്നുള്ള ടെൻഷനാണോ എന്ന് ചോദിച്ചപ്പം ടെൻഷനൊന്നുമില്ല, അദ്ദേഹം കുടിക്കില്ല എന്ന് രേവതി. ഇന്ന് കുടിക്കില്ല എന്ന് അദ്ദേഹം എന്നോടും അച്ഛനോടും പറഞ്ഞതാണെന്നും രേവതി പറയുക. സച്ചേട്ടൻ അവിടെ തനിച്ചിരിക്കുകയാണെന്ന് രേവതി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ വിളിക്കുക കേട്ടോ. മീര നിങ്ങൾ വന്നിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചു. അപ്പോൾ മീര നിങ്ങൾ കഴിക്കാഞ്ഞപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എടി സച്ചി കുടിക്കാൻ തുടങ്ങിയടി, അപ്പോൾ നമ്മുടെ പ്ലാൻ വർക്കൗട്ടായോ എന്ന് മീര ചോദിച്ചു. അവൻ്റെ ഫോൺ നമുക്ക് എടുക്കാമല്ലോ. അപ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ അവിടെ നിൽക്കുക. പിന്നെ അവരവിടെ ഇരുന്ന് ഇങ്ങനെ കഴിച്ച് ശ്രുതി കയ്യിൽ നിന്ന് പോയി ഇങ്ങനെ നിന്ന് ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി ദേ വരുന്നു, ആടി തൂങ്ങി അങ്ങോട്ടേക്ക്. സ്മോൾ ലാർജ് എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ആടി അങ്ങ് വരുന്നു. മാറാന്ന് പറഞ്ഞാൽ എല്ലാവരുടെ ഇടയ്ക്ക് കയറി ചെന്നിട്ട് കഴിക്കുക. അപ്പം സാറൊരു വലിയ ബിസിനസ്സുകാരനല്ലേ, സാറ് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ അതൊരു മര്യാദകേടാവുമല്ലോ എന്ന് ഓർത്താൽ ഞാൻ കുടിച്ചതെന്ന് പറഞ്ഞു. അല്ലടെ സുധി, അപ്പോൾ സാറ് റെസ്പെക്റ്റോടുകൂടി നമ്മളിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാം. അല്ല സച്ചേട്ടാ എത്ര എണ്ണം കഴിച്ചു സച്ചേട്ടാ? അന്ന് നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുമ്പോൾ 4 എണ്ണം കഴിച്ചെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നെ 4 എണ്ണമോ? അപ്പോഴേക്കും എല്ലാവരും കൈയടിച്ച് നമ്മുടെ സച്ചി ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ദേ ഇന്ന് എല്ലാവരും സമന്മാരായിട്ട് ഒരുമിച്ചിരിക്കുന്ന ഇടം ഏതാണ് എന്നൊക്കെ നമ്മുടെ സച്ചി ചോദിച്ചു. അപ്പോൾ എൻ്റെ പൊന്നു ബോസ് ഞാൻ ഉറങ്ങി എന്ന് ആനന്ദ്. അതെ അത് പറഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി എന്ന് സുധി. അത് പിന്നെ ശ്മശാനമല്ലേ, അതും മരിച്ചാൽ ജീവിച്ചിരിക്കുമ്പോഴത്തുള്ള കാര്യമാണ് ഞാൻ ചോദിച്ചത് എന്ന് നമ്മുടെ സച്ചി. അതെവിടെ ആണെന്ന് സാറിന് അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല എന്ന് ആ സാറ് പറഞ്ഞു. മുടി വെട്ടുന്ന ഇടമാണെന്ന് പറഞ്ഞു. ബാർബർ ഷാപ്പാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇരുന്ന് പറയും. എല്ലാവരും കൈയടിക്കുന്നു ഇതൊക്കെ. അപ്പോൾ ഐ ലൈക്ക് യുവർ ബ്രദർ സുധി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറ് താങ്ക് യു എന്നൊക്കെ പറഞ്ഞിരിക്കുവാണ്. ഈ സുധിയെ ഈ സമയത്ത് ഭയങ്കര കൈയടിക്കൽ, ഭയങ്കര പാട്ട് ഒക്കെ ആയിട്ട് സച്ചി ഇത് അവസരം അങ്ങ് കൊഴുപ്പിക്കുക. അപ്പോൾ അങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തനിക്ക് പാട്ട് പാടാനൊക്കെ അറിയാവോ എന്നാൽ സാറ് സച്ചിയോട് ചോദിക്കാം. അതുതന്നെ ഇത് ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വരികളാണെന്ന് സച്ചി പറഞ്ഞു. അപ്പം അതെ സാറേ, ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ വലിയ ഫാനാ സച്ചേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ശ്രീകാന്ത് തന്നെ പറഞ്ഞു. ആണോ, അപ്പം നമ്മൾ ഒരു ടീം എന്ന് പറഞ്ഞുകൊണ്ട് ആ സാറ് സച്ചിക്ക് കൈ കൊടുത്തു. അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടെ കൈയടിക്കുന്നു, പാട്ട് പാടുന്നു, ഭയങ്കര ഇത്. അപ്പോഴത്തേക്കും സുധി അതെ ഇനി നമുക്ക് പാട്ട് പാടാം, മ്യൂസിക് ഇട്, ഡാൻസ് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര. പിന്നെ അവിടെ ഡാൻസായി പാട്ടായി ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും ഇങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ശാന്തമീ രാത്രിയിൽ നിന്നുള്ള പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് അവിടെ എല്ലാവരും. കുറേ പേര് പെണ്ണുവേഷം കിട്ടുന്നു, അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നല്ല രസം. അവർ ആ ഒരു സെക്കൻഡ് സമയം ഒരു സ്വർഗലോകമാക്കി തീർത്ത പോലെ ആ സാറിനെ അങ്ങനെ ചേർത്ത് പിടിച്ച്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ശ്രുതി അവിടെ എന്തേ കാണിക്കുന്നത്? എല്ലാവരും കൂടെ ഡാൻസും കളിച്ചുകൊണ്ട് നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ. അപ്പോൾ മീരയ്ക്കും ആകെ ഇതായി. ഇപ്പം അത് എടുക്കാൻ പറ്റത്തില്ല എന്ന് ശ്രുതി ഇങ്ങനെ മീരയോട് പറയണം. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുക. പോകുന്നതിന് മുൻപ് അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നും ശ്രുതി മീരയോട് പറയുവാണ്. രണ്ടുപേരും കൂടി ഇങ്ങനെ വന്ന് നിൽക്കുക. ഈ സമയത്ത് ഡാൻസും പാട്ടും താളവും മേളവും എല്ലാം കഴിഞ്ഞു. സച്ചി വന്നിരുന്ന ആ സാറിൻ്റെ മുന്നിലിരുന്ന് കരയുക. ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്കും ശ്രുതിയും കരയാൻ തുടങ്ങി, ശ്രീകാന്തും കരയാൻ തുടങ്ങി. അവൻ കരയുവാന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി. അപ്പോൾ ശ്രുതി ഇതൊക്കെ വന്ന് നിന്ന് കാണുക കേട്ടോ. സച്ചിയുടെ കരച്ചിലുണ്ട്. സാറ് അന്തം വിട്ട് നോക്കുക. എന്താ സച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നേന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഇവൻ കരഞ്ഞാൽ ഞാനും കരയും സാറിന് ശ്രുതി, ഞങ്ങൾ ഇണപിരിയാത്തവരാണെന്നൊക്കെ ശ്രുതി പറയാം. അല്ലേടാ, അപ്പോൾ അതേടാ ഓട്ടക്കാരാ എന്ന് ശ്രുതിയോട് സച്ചി.
എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കും. ഓട്ടക്കാരനോ? അതാരാന്ന് ചോദിച്ചു. അന്നേരം അത് വീടിൻ്റെ അടുത്തുള്ളൊരു മാമനുണ്ട് ഓട്ടോ ഓടിക്കുന്നത്, അതാ പറഞ്ഞു തന്ന് ശ്രീകാന്ത്. കുടിച്ചാലും ആ ഒരു ഇതിന്ന് അവർ വിട്ടു പോകണില്ല കേട്ടോ. സച്ചി പിന്നെയും കരച്ചില്ല. വാട്ട് ഹാപ്പൻ സച്ചി, എന്ത് പറ്റി എന്ന് ഇങ്ങനെ സാറ് സച്ചിയോട് ചോദിക്കുമ്പം അത് പിന്നെ സാറേ അതെ സാറ് നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞത് സച്ചി അങ്ങ് ചെല്ലുവാണ്. എനിക്ക് പറ്റത്തില്ല, അപ്പോൾ ആ സാറിനെ ഞങ്ങൾ പറ്റിക്കുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സച്ചി എന്നും പറഞ്ഞുകൊണ്ട് സുധി ഒരു വിളി. അയ്യോ എനിക്ക് കുറ്റബോധം തോന്നുക സാർ, എനിക്ക് കുറ്റബോധം തോന്നുക സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ സച്ചി എന്ന് പറഞ്ഞ് സുധി വിളിക്കാം. ഞാൻ സാറിനോട് കള്ളം പറഞ്ഞു സാർ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി എല്ലാം കുളവാക്കി. ഞാൻ സാറിനെ പറ്റിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ സാറിനോട് കള്ളം പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് സച്ചി എല്ലാം പൊളിച്ചടിക്കുക കൈ കൊടുക്കുക. അപ്പോൾ സാറിങ്ങനെ നോക്കുക. അപ്പോഴത്തേക്കും ശ്രുതിയും ശ്രീകാന്തൊക്കെ എടുത്ത് കുടിക്കും. അപ്പോൾ ശ്രുതി മൊബൈൽ അടിച്ച് മാറ്റാൻ വന്നതാ ജീവനോടും കൂടി. ശ്രുതിയുടെ എല്ലാം അവസാനിച്ചു. അപ്പം ഞാൻ സാറിനോടൊരു സത്യം പറയട്ടെ. പറയൂ. അപ്പോൾ ഞാനൊരു ട്രാവൽ ഏജൻസി ഉടമയൊന്നും അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു, അപ്പോൾ എനിക്ക് 50 കാറൊന്നും ഇല്ല എന്നൊക്കെ പറയപ്പോൾ എന്ന് പറഞ്ഞാ സാർ ഇങ്ങനെ നിൽക്കുക. ശ്രുതി തൊലഞ്ഞു, എല്ലാം തൊലഞ്ഞു എന്നും പറഞ്ഞ് നിൽക്കുക കേട്ടോ. അതെ ഞാനൊരു കാറിൻ്റെ ഡ്രൈവറാണെന്നൊക്കെ ഇങ്ങനെ പറയാം. ഇതിനാണോടാ? അപ്പം ഞാനൊരു പാവ കാർ ഡ്രൈവർ, എനിക്ക് 2 കാറേ ഉള്ളൂ. എന്നൊക്കെ അത് സച്ചി പറയാം. അതാണെങ്കിൽ ഡ്യൂയിലുമാ എന്നൊക്കെ പറഞ്ഞ് എല്ലാം പൊളിച്ച് കൈ കൊടുത്തു. അതെ നീ കേട്ടോടാന്ന് ശ്രുതി ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഓശോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക. സച്ചിയെ കുടിപ്പിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു ചേച്ചിക്ക്. കുടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കിടക്കുന്ന ചട്ടിയും ചോറും. സത്യമാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ സാർ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പം ഈ കോട്ടും സൂട്ടും ഒക്കെ ഞാൻ ആദ്യമായിട്ട് ഇടുന്നതാണ്, ഇവൻ മേടിച്ച് തന്നതാ. ഞാനൊരു സാധാരണക്കാരനാണെന്നും എൻ്റെ ഭാര്യ ഒരു സാധാരണ പൂവിൽപ്പനക്കാരിയോ? അതെ, എൻ്റെ അനിയൻ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്തിനെ മറിച്ച് നിർത്തിയിരിക്കുക ശ്രുതി. അപ്പോൾ ശ്രീകാന്ത് ശ്രുതിയെ പിടിച്ചൊരു ഒറ്റ തള്ള്. എൻ്റെ അനിയനുണ്ടല്ലോ ശ്രീകാന്ത്, അവൻ ഒരു സ്റ്റാർ ഹോട്ടൽ ഉടമയൊന്നും അല്ല, അവൻ ഒരു റെസ്റ്റോറൻറ്റിലെ ഷെഫാ, കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് ആ സാറ്. അങ്ങനെ A-to-Z നമ്മുടെ സച്ചി വെളിപ്പെടുത്തി. ഇവൻ പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയപ്പോഴത്തേക്ക് ശ്രുതി ക്ഷമിക്കണം സാർ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കൈ കൂപ്പി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു പോയതാ, സത്യമാ സാറേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി എന്ന് കരഞ്ഞു. കള്ളം പറഞ്ഞതിന് ഞങ്ങളോട് ക്ഷമിക്കണേ സാറേ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ കയ്യെ പിടിച്ചിങ്ങനെ ക്ഷമ ചോദിക്കുക സാറിനോട്. സാർ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. സാർ ഇവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട, ഉള്ളിൽ ചെന്ന ഇവൻ ഒരു തരം ഭ്രാന്താണെന്ന് ശ്രുതി. അപ്പോൾ പോട്ടെ കോടീശ്വരന്മാർക്ക് വരുന്ന പ്രത്യേക തരം ഒരു ഭ്രാന്ത അതെന്നൊക്കെ ശ്രുതി അവിടെ നിന്ന് പറയുക. അപ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് ശ്രുതിയാണെങ്കിൽ കയ്യും കാലും പറിച്ചിങ്ങനെ അവിടെ നിൽക്കുക. അപ്പോൾ എനിക്ക് ചൊറിയും അതൊന്നും അല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇരുന്ന് ഇങ്ങനെ മാന്തും ചൊറിച്ചിലും ഒക്കെ. അപ്പോൾ ഈ ഡീലർഷിപ്പ് ഇവൻ്റെ ഒരു വലിയ ആഗ്രഹമാന്നേ, അതിനു വേണ്ടി അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ കാരണം കിട്ടാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചതേ ഞാൻ ഈ ചൊറിയണ വേഷമൊക്കെ ഇട്ട് വന്നതെന്ന് പറഞ്ഞ് സച്ചി ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അവൻ കുറേ പഠിച്ചിട്ടുണ്ട് സാറേ, 7 ഡിഗ്രി ഉണ്ട് സാറേ എന്ന് ശ്രുതി. അവൻ്റെ ബിസിനസ്സൊക്കെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അവൻ നന്നായി വർക്ക് ചെയ്യും, വലിയൊരു ബിസിനസ്സുകാരനാകാനുള്ള അവൻ്റെ സ്വപ്നമാണ് സാറേ. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവന് ഡീലർഷിപ്പ് കൊടുക്കാതിരിക്കല്ലേ സാറേ എന്ന് പിന്നെ സച്ചി. അവൻ നന്നായി ബിസിനസ് ചെയ്യും സാറേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഉറപ്പാണ് സാറേ അവൻ നന്നായിട്ട് വർക്ക് ചെയ്യും സാറേ. പിന്നെ സാറേ ഞങ്ങളുടേത് നല്ലൊരു ഫാമിലിയാണ്, എൻ്റെ അച്ഛൻ പറഞ്ഞ സാറ് കേട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ മക്കള് ഇതിൽ മോശക്കാരാവോ ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുന്നു. സാറെല്ലാം മൂളി കേൾക്കുക. ഒരാൾക്ക് വേണ്ടി നിങ്ങൾ ഒന്നാകെ കള്ളം പറഞ്ഞു, പക്ഷേ കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതെ പിടിച്ചു നിൽക്കില്ല. അപ്പോൾ കുറ്റബോധം തോന്നിയല്ലേ? അപ്പോൾ നിങ്ങൾ സത്യവും പറഞ്ഞല്ലേ? അപ്പോൾ അതെ, അപ്പോൾ നിങ്ങളൊരു നിഷ്കളങ്കനാണെന്ന് സച്ചിയോട് അദ്ദേഹം പറയാം. അപ്പം ഞാൻ നിഷ്കളങ്കനാ, അപ്പോൾ വെരി ഇന്നസെൻ്റ് എന്നൊക്കെ സച്ചിയോട്. അപ്പോൾ യാന്ന് അപ്പോൾ ശ്രുതിയായിട്ട് എല്ലാം പോയല്ലോ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് ഇരുന്ന് കരയണു. അപ്പോൾ യു ആർ റിയലി ഗ്രേറ്റ്, നിങ്ങൾ സത്യസന്ധനാണെന്നും സച്ചി
സച്ചിയോട് പറയാം, സുധിക്ക് ഡീലർഷിപ്പ് നൽകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാ സാറ് എന്നും പറഞ്ഞ് അന്തം വിട്ട് എല്ലാവരും നോക്കും. ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയാൽ പഴി കേൾക്കുന്നത് നിങ്ങളായിരിക്കുമെന്നും നല്ല മനുഷ്യരെ കബളിപ്പിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. നല്ല മനുഷ്യരെ വേദനിപ്പിക്കാൻ പാടില്ല എന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ ആണോ, നന്ദി സാർ, നന്ദി എന്നും പറഞ്ഞിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ തീരുമാനം മാറ്റിയാൽ നിങ്ങൾക്കത് വിഷമാകും. അപ്പോൾ അതാകും സാറിന് സുധി. അതുകൊണ്ട് ഞാൻ എൻ്റെ തീരുമാനം മാറ്റുന്നില്ല എന്നും ആ സാറ് പറയും. അങ്ങനെ സച്ചിയുടെ ഔദാര്യമായി ശ്രുതിക്കും ആ ഒരു ഡീലർഷിപ്പ് വീണ്ടും കിട്ടുക. സുധി തന്നെയാണ് എൻ്റെ പ്രോഡക്റ്റിൻ്റെ കേരളത്തിലെ ഡീലർ എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും സുധി വന്ന സാറിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് സച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയാട്ടോ. സാറ് പഞ്ചപാവാടാ മൊട്ടത്തലയാണെന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയാ സച്ചി. അങ്ങനെ എല്ലാവരും വന്ന് കൈ കൊടുക്കുന്നു, ഭയങ്കര സ്നേഹവും കാര്യങ്ങളും. അപ്പം മോനെ നീയും നിൻ്റെ അനിയനെ പോലെ ആകാൻ ശ്രമിക്കണം കേട്ടോ. നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം എന്നാ സാറ് സുധിയോട് പറഞ്ഞു. നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ടെന്നായി പിന്നെ സുധി. അപ്പോൾ നന്ദിയുണ്ട് സാർ, ഒരുപാട് നന്ദിയുണ്ട്, വളരെ നന്ദിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇരിക്കാം. നിങ്ങളെപ്പോലെ നല്ലൊരു മനുഷ്യനെ ഞാൻ കുറേ കാലത്തിന് ശേഷം കാണുകയാണെന്ന് പറഞ്ഞു. സന്തോഷം തോന്നുന്നു എന്ന് ആ സാറ് സച്ചിയോട് പറഞ്ഞു. പിന്നെ ഇങ്ങനെ തന്നെ പോകണം കേട്ടോ, ഒരിക്കലും മാറരുത്. അപ്പോൾ ഇല്ല, മാറൂല്ല, ഞാൻ മാറത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി. സാറേ പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. എന്താ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ എന്ത് എന്ന് സുധി. അപ്പോൾ എനിക്ക് മൊട്ടത്തല ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിൻ്റെ മൊട്ടത്തലയിൽ സച്ചി ഉമ്മയും വെച്ചു. ഇതൊക്കെ കണ്ട് ശ്രുതി മൊബൈൽ എടുക്കാനുള്ള വ്യഗ്രതയിൽ ഇങ്ങനെ അവിടെ നിൽക്കും. എൻ്റെ പൊന്നേന്നും പറഞ്ഞു. അപ്പോൾ ഒരു ഉമ്മ കൂടി മൊട്ടേന്നും പറഞ്ഞുകൊണ്ട് സാറിൻ്റെ മൊട്ടത്തലയിൽ സച്ചി ഇങ്ങനെ തരാമെന്ന് ഉമ്മ വയ്ക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധി കേട്ടോ. സുധി ഇങ്ങനെ കുടിച്ച് ലെവൽ തെറ്റി ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും വർഷയെ കെട്ടിപ്പിടിച്ച് എൻ്റെ ചാക്കരേന്നും പറഞ്ഞ് പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വർഷയെ കെട്ടിപ്പിടിക്കുമ്പോഴേക്കും പൂച്ചക്കുട്ടിയോ ഓടിച്ചടിച്ച് പിറ്റോട്ട് വന്നിട്ട് മറ്റേ ഒരു പൂച്ചക്കുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വർഷ. അപ്പം ഞാനൊരു ബിസിനസ്സിൻ്റെ പടവുകൾ കയറുമെന്ന് പറഞ്ഞ് ഭിത്തിയിൽ വലിഞ്ഞു കയറാൻ നോക്കുവാണ് സുധി. കയറണമെന്ന് ആഗ്രഹിച്ചാൽ ഈ സുധി കയറിയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു സമയത്ത് രേവതിയാണെങ്കിൽ കലി കയറി നിൽക്കുക. അപ്പോൾ എൻ്റെ തങ്കക്കുടമേ എൻ്റെ പൊന്നും കൊടുത്തിന് അന്വേഷിച്ചാൽ നടക്കുമായിരുന്നു എന്ന് സച്ചി എന്ന് രേവതിയോട്. അങ്ങനെ അവിടെ ചെന്നിട്ട് രേവതി സോപ്പിടാൻ നോക്കുമ്പോൾ കുടിച്ചല്ലേന്ന് ചോദിച്ചു. രേവതി ദേഷ്യപ്പെട്ടു. ലേറ്റാട്ടാ ഞാൻ ആദ്യമൊന്നും കുടിച്ചിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒരുത്തൻ കയറി വന്നു. ചുമ്മാരെ കള്ളം പറയരുത് കേട്ടോ ഒന്ന് രേവതി. അപ്പോൾ സത്യം ഞാൻ പറയുന്നത് സത്യമാ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും നിൽക്കുന്നു. എനിക്ക് നിന്നെ ഇന്ന് ഭയങ്കര ഇഷ്ടമാണെന്നും അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്ന രേവതിയെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്തോ ശബ്ദം എൻ്റെ മുത്തല്ലേ എൻ്റെ പൊന്നല്ലേ എന്നൊക്കെയുള്ള അശരീരി കേട്ട് ഇവർ നോക്കുമ്പം ശ്രീകാന്ത് വർഷയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ സുലഭത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് ടാറ്റാ.